ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെയിൽസിലെ കാർഡിഫ് എന്ന് പറയുന്ന സ്ഥലത്തെ ചില വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാർഡിഫിലെ സിറ്റി സെൻറ്ററിലാണ് ഞങ്ങളാദ്യം പോയത്. അതിനുശേഷം അവിടെ ഒരു കാസിലുണ്ടായിരുന്നു. കാസിൽ കാണാനായിട്ട് പോയി. അവിടെ കാസിലിൽ അകത്തേക്ക് കയറാൻ പറ്റി, പക്ഷേ കാസിലിനുള്ളിൽ കയറാൻ പറ്റിയില്ല. അതിൻ്റെ ആ കോമ്പൗണ്ടിനുള്ളിൽ കയറി. കാരണം അന്നവിടെ ഒരു വലിയ കൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല. നമുക്കറിയാമല്ലോ, ഈ UK എന്ന് പറയുന്നത് 4 പ്രോവിൻസ് ചേർന്നാണല്ലോ. നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്. അതിൽ വെയിൽസിലാണ് പോയത്. അവിടുത്തെ ഭാഷ വെൽഷാണ്. അപ്പോൾ വെൽഷ് കലർന്ന ഇംഗ്ലീഷാണ്. അതുകൊണ്ട് ഇച്ചിരി മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ നോർത്തേൺ അയർലൻഡിൽ ബെൽഫാസ്റ്റിലൊക്കെ ഐറിഷ് കലർന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പോലെ വെൽഷാണ്. മാത്രമല്ല, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരുമുള്ള പ്രദേശം വെയിൽസ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം പ്രിൻസ് രാജകുമാരൻ വിവാഹം കഴിച്ചിരിക്കുന്ന സുന്ദരിയായ ഡയാന രാജകുമാരി വെയിൽസിൽ നിന്നുള്ള ആളായിരുന്നു. ഞങ്ങൾ പിന്നീട് പോയത് അവിടെയുള്ള ഒരു ലേക്കിൻ്റെ അടുത്തുള്ള പ്രദേശത്താണ്. അവിടുത്തെ പുതിയ പാർലമെൻറ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പാർലമെൻറ്റാണ്. പുതിയ ബാക്ക്ഗ്രൗണ്ട് പണിതു. പാർലമെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ കാണാൻ സാധിച്ചു. സുഹൃത്തുണ്ടായിരുന്നുകൊണ്ട് ഈ പ്രദേശത്തൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പോയി കാണാൻ സാധിച്ചു. നല്ല ചൂടായിരുന്നു. കാരണം UK തന്നെ ഏറ്റവും ചൂട് കൂടിയ ദിവസമായിരുന്നു. 34 ഡിഗ്രി ചൂടാണ് ഏറ്റവും ടോപ്പ് ഈ വർഷം വന്നത്. 34 ഡിഗ്രി ചൂടുള്ള സമയത്താണ് ഞങ്ങൾ ഇവിടെയൊക്കെ പോകുന്നത്. എന്തായാലും പെട്ടെന്നൊന്ന് ഓടിച്ച് പോയി എല്ലാം കാണാനായിട്ട് സാധിച്ചു. നിങ്ങളാർക്കെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ പോയി വെയിൽസിൽ കാർഡിഫ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയി അവധിക്കാലം ആഘോഷിക്കുന്നതിനും പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമൊക്കെ നല്ലതാണ്. തുടർന്ന് ഞങ്ങൾ പോയത് അവിടെയുള്ള ബാരി ബീച്ചിലാണ്. അവിടെ വലിയ കാർണിവലായിരുന്നു. കാരണം എല്ലാം ഒന്നും എനിക്ക് പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും എക്ലിപ്സ് ആയതുകൊണ്ട് ധാരാളം ആളുകളുണ്ടായി. എക്ലിപ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. എക്ലിപ്സ് ഉള്ള സമയത്ത് വെളിയിലിറങ്ങിയാൽ കണ്ണിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പക്ഷേ ആരും പോയിട്ടില്ല. 10,000-കണക്കിന് ആളുകൾ ബീച്ചിലുണ്ടായിരുന്നു. ബീച്ചിൽ പോയതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ആളൊക്കെ കുറേ ഒഴിഞ്ഞു. എങ്കിലും അന്നക്കുട്ടിക്ക് ബീച്ചിൽ കുറച്ച് നേരം കളിക്കാനും സാറക്കുട്ടിയെ വെള്ളത്തിലൊന്ന് ഇറക്കാനും അവർക്ക് എൻജോയ് ചെയ്യാനും സാധിച്ചു. അവധിക്കാലം മെയിൻലാൻഡിൽ ആർക്കെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പോകുന്നത് നന്നായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.